ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള നട്ട്സ് ഐറ്റംസ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ ഇത് ബ്ലാക്ക് കളറാണ്. പ്ലം കേക്കിന് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളറാണ്. കുരുവില്ലാത്ത ഉണക്കമുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. 10 കാഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്ത ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിനകത്ത് ചേർക്കാം കേട്ടോ. പിന്നെ റൈസിൻ, മുന്തിരി തന്നെയാണ്, ഉണക്കമുന്തിരി തന്നെയാണ്, ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി. ഈ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ അത് ഞാനൊരു 3 സ്പൂണ് എടുത്തിട്ടുണ്ട്, ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, അതൊന്ന് കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് സിസ്റ്റാണ്. ഓറഞ്ച് സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓറഞ്ചിൻ്റെ സ്കിന്നെ വിളയിച്ചെടുത്തതാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ക്രിസ്മസ് ആകുമ്പോൾ ഷോപ്പിലൊക്കെ ഉണ്ടാവും, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ തൊലി, നമ്മുടെ ഓറഞ്ചിലെ അതിൻ്റെ തൊലി, അതിൻ്റെ ഒരു സ്കിന്നിൻ്റെ മുകൾ ഭാഗത്ത് ആ മഞ്ഞ ഭാഗം ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതൊന്ന് അതിൻ്റെ വെള്ള വരാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ കറുത്ത ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് കൂടുതൽ ചേർത്തിരുന്നാലും നമ്മുടെ പ്ലം കേക്കിന് ടേസ്റ്റ് കൂടും. അത് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു കളറാകുമ്പോഴേക്കും, നല്ല ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നന്നായിട്ട് സൂക്ഷിക്കണം, പഞ്ചസാര നല്ല ചൂടായിരിക്കുകയാണ്, അത് കാരണം നമ്മുടെ പുറത്തേക്ക് തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ദൂരേക്ക് നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേക്കിൻ്റെ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ്, നല്ല ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാരമലിൻ്റെ ഒരു ടേസ്റ്റും നമ്മുടെ കേക്കിന് കിട്ടും. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ഏലക്കായ, ഒരു 3 പീസ് കരയാമ്പൂ, പിന്നെ ഒരു ചെറിയ ജാതിക്കായുടെ ചെറിയ പീസ്, പിന്നെ ഉള്ളത് കറുകപ്പട്ട, അതിൻ്റെ ഒരു കുഞ്ഞു പീസ്. ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ പഞ്ചസാരയുടെ കൂടെ ഇട്ട് നമ്മൾ അടിക്കുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇത് സെപ്പറേറ്റ് ഈ സാധനം മാത്രം ഇട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ പൊടിഞ്ഞു വരില്ല. അപ്പോൾ നല്ല പൗഡറാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 30 ml ഒക്കെ വരും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മുട്ടയുടെ ആ സ്മെല്ലൊന്നും വരാതിരിക്കാനാണ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയും സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ടാണ്, സ്പൈസസിനകത്ത് മിക്സ് ചെയ്താണ് നമ്മൾ പൊടിച്ചത്, അത് കുറച്ചിട്ട് കൊടുക്കാം. 1/2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന്
മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനകത്ത് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കിട്ടിയില്ല, അതാണ്. പിന്നെ അത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരത്തെ നമ്മളെടുത്ത് വെച്ചിരുന്ന പിന്നെ ആ ഉണക്ക മുന്തിരിയും പിന്നെ ആ നട്ട്സും ഒക്കെയാണ് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചാറാണിത്. ഈ ജ്യൂസിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ജ്യൂസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മൈദമാവ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നട്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മാവിൽ താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച കാരമൽ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്ക് പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചർ മതി കേട്ടോ, ഇത്ര ലൂസ് മതി. ഇത് നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒരുപാടൊന്നും കൂട്ടി ഒഴിക്കരുത്, ഒഴിച്ച് കഴിഞ്ഞാൽ കേക്ക് കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഇതിനെ തൊട്ട് നോക്കുമ്പോൾ ഒരു എണ്ണയുടെ ഒരു മയം വേണം, അത്ര മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഈ നോൺ സ്റ്റിക്കിൽ വെച്ചത് കൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, എങ്കിലും ഞാനിതാ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീലിലോ അലുമിനിയത്തിലോ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഈ ബട്ടർ പേപ്പർ ഈ സൈഡിലൂടെ വെച്ച് കൊടുക്കുന്നുണ്ടോ. കാരണം ഇത് നമ്മുടെ മറ്റേ കേക്ക് പോലെ അല്ല, പ്ലം കേക്ക് കുറച്ച് നേരം നമുക്ക് ബേക്ക് ചെയ്യേണ്ടി വരും, ടൈം കൂടുതലെടുക്കും. അപ്പോൾ ആ സമയത്തേക്കും ഇത് കരിഞ്ഞു പോകാതെ, സൈഡൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. അത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഓവൺ ഉപയോഗിക്കുന്നില്ല, അടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഇതിൻ്റെ പുറത്താണ് വെച്ച് കൊടുത്തേക്കുന്നത്, ഈ അടുപ്പിൻ്റെ പുറത്ത്. ഇത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തതാണ്. 10 മിനിറ്റ് മുമ്പ് ഞാനതൊന്ന് ചൂടാക്കാൻ വെച്ചു അടപ്പ്. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊരു 1 മണിക്കൂറോളം എടുക്കും, 1 മണിക്കൂറിൽ കൂടുതലെടുക്കും. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തണുത്ത ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഒരു ദിവസമൊക്കെ വെച്ചിരുന്നിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. നമ്മൾ നേരത്തെ എടുത്ത ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, മാറ്റി വെച്ച ജ്യൂസ് ഇതിൻ്റെ പുറത്ത് പുരട്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് പുറത്ത് വെച്ചിരുന്നാൽ മതി. ഇത് ഞാനിപ്പോൾ ഇന്നിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ യഥാസമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു.